വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ മാസം 18-ാം തീയതി നടക്കുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജിലെ 50 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC ഈ വർഷം നടക്കുന്ന 2026 10th പ്രിലിംസ് എക്സാമായ കമ്പനി ബോർഡ് LGS ബെപ്കോ LD ഇതിന് വേണ്ടിയിട്ടൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു Q&A ബാച്ച് കോഴ്സാണ്. ഫീസ് വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം Q&A ബാച്ച് കോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യനും ആൻസറും പോളായിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പം അവിടെ പ്രിലിംസിനാവുമ്പോൾ GK കറണ്ട് അഫയേഴ്സ് മാത്സ് ആണ് വരുന്നത്. അവിടെ ഒരു ദിവസം മിനിമം 40 ക്വസ്റ്റ്യൻസ് എങ്കിലും പോളായിട്ട് കൊടുക്കും. അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ് ഉള്ളത്. പിന്നെ മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ആൻസറൊക്കെ ആണെങ്കിൽ അതവിടെ ഈ പോളിന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ്റെ താഴെ എക്സ്പ്ലനേഷനിൽ കാണും. അതല്ല ക്ലാസ് എടുക്കേണ്ടത് ചില ക്ലാസ്സുകൾ കണ്ടാൽ മാത്രമേ മാത്സ് മനസ്സിലാവത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ കാണും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി വിൻ PSCയുടെ മെയിൻ ടെലഗ്രാം ചാനലിൽ ആദ്യം ജോയിൻ ചെയ്യുക. അതിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ, 250 രൂപ മാത്രം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന തരത്തിലായിരിക്കും ആ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഏപ്രിൽ 15-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മെയിൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ C 2 മാത്രമാണ്. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ പ്രാചീന മലയാളം, ആദിഭാഷ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അതുപോലെ അഖില തിരട്ട് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അഖില തിരുട്ട് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അപ്പം ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ കറക്റ്റ് പെയറായിട്ട് വരുന്നത് 2ആണ്. അതായത് പ്രാചീന മലയാളം, ആദിഭാഷ. ഓക്കെ, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആനി ബെസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബെസന്റ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A വിക്രം മിശ്രി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. എങ്ങനെ വരും? ബോസ്റ്റൺ ടീ പാർട്ടി 1773 നടന്നത്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 നടന്നു. പാരീസ് ഉടമ്പടി 1783 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഓക്കെ, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A 1945 ഒക്ടോബർ 30. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? കറക്റ്റ് ആൻസർ
ഓപ്ഷൻ ബി ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, അതായത് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ് നദിക്ക് മുകളിൽ. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രോപ്പോസ്ഫിയർ. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നീലഗിരി കുന്നുകൾ. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര നീലഗിരി കുന്നുകൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതിയിൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3 ശരിയാണ്. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. അപ്പോൾ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കൽക്കട്ടയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വച്ചത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ. കൽക്കട്ടയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വച്ചത്. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓർത്തു വെച്ചോണം, മഹലനോബിസ് മാതൃക അല്ലെങ്കിൽ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1, 2 മാത്രം. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ലോക ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ലോക ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2, 3 മാത്രം. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്നു വന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കുന്ന പ്രസ്താവനകളാണ്. ഓർത്തുവെച്ചോണേ. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കുന്ന പ്രസ്താവനകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തു വെച്ചോണം. ഏതൊക്കെയാണ്? 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ അടുത്തിടെ നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റിയെ ഒന്ന് ഓർത്ത് വെച്ചോണം. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റി. ഈ അടുത്തിടെ നടന്ന ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? സൈമൺ ജോൺസൺ. നോബൽ പുരസ്കാരം നിങ്ങളൊരു 2022 മുതൽ 2025 വരെയുള്ള ഫുള്ള് പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. 2026 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. 2024 ചോദിച്ചിരിക്കുന്നത്. 2026 പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇത്. അപ്പം സാധാരണ ഒരു 2022 മുതൽ 2025 വരെ പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്രയും പഠിച്ചാൽ തീർത്തും ഓർക്കാൻ പറ്റത്തില്ലാത്തവരാണെങ്കിൽ മാത്രം 2024 2025 നോബൽ പുരസ്കാരം പഠിക്കുക. എല്ലാവരും തന്നെ, ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയുന്നത്, 2022 മുതൽ 2025 വരെ നോബൽ പുരസ്കാരം ഫുള്ള് പഠിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിച്ചു അത് ആരൊക്കെയാണെന്നും കേട്ടോ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 16(4). ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16(4). താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 3 ആണ്. തെറ്റായ പ്രസ്താവന. സെർഷ്യോറി ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കുമ്പോൾ. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 3ാമത്തെ പ്രസ്താവന. സെർഷ്യോറി ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇതിൽ ശരിയായ ജോഡികളാണ്. ഓർത്തു വച്ചോണം. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. കോ വാറണ്ടോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ. ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ. താഴെ തന്നിരിക്കുന്നതിലെ റിട്ടുകളും ലക്ഷ്യങ്ങളും ഇതിൽ ശരിയായ ജോഡികളാണ്. ഓർത്തു വച്ചോണം. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. കോ വാറണ്ടോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ. ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇത് PSCയുടെ മിക്ക പരീക്ഷകളിലും ഉള്ള ഒരു ചോദ്യമാണ്. 10th ലെവൽ എടുത്താൽ മിക്കവാറും ഉള്ള എല്ലാ ചോദ്യപേപ്പറിലും കാണാറുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശ്, തെലുങ്കാന. ഇതിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, തെലുങ്കാന. ഇതിൻ്റെയൊക്കെ കോഡ് ഷോർട്സിലുണ്ട് കേട്ടോ, നോക്കിയാൽ മതി. ഓക്കെ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ
അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. ഇതും PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന്? PK തുങ്കൻ കമ്മിറ്റി. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 6. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 6. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 3. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിൽ. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിഷയത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിഷയത്തിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ D മറ്റ് 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A രാജീവ് കുമാർ, B ജ്ഞാനേഷ് കുമാർ, C DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. D പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ആര് പറഞ്ഞതാണ്? ഇപ്പോഴത്തെ ഇന്ത്യയിലെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പോൾ ഇവിടെ ആരാണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്? B ആണ് ജ്ഞാനേഷ് കുമാർ അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ B പറഞ്ഞത് ശരിയാണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1, 3 മാത്രം. ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമാകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ? എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 3 മാത്രം. ഏതൊക്കെയാണ്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഏതൊക്കെയാണ്? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ഏതാണ്? വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്. മനുഷ്യശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ്. മനുഷ്യശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്ത്? വിഘടനം, ഡീകോമ്പോസിഷൻ. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിഘടനം. ഡോട്ട്സിന്റെ ഫുൾ ഫോം ആണ്
ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ക്ഷയരോഗം, ട്യൂബർകുലോസിസ്, TB. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം, ട്യൂബർകുലോസിസ് അഥവാ TB. എൻ്റെ ഫുൾ ഫോമും കൂടെ പഠിച്ചോണേ ഡോട്ട്സിൻ്റെ. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ശൈലി. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, HIV. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, രണ്ടും എതിർ ദിശയിലാണ് കേട്ടോ. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം രണ്ടും എതിർ ദിശയിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 100 ന്യൂട്ടൺ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം 100 ന്യൂട്ടൺ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ട്രിഷ്യം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എന്താണ്? ട്രിഷ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, ബോയിൽ നിയമം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അമോണിയം ക്ലോറൈഡ്, NH4Cl. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ്. 2025 രസാന്തര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ, അതായത് MOF കേട്ടോ, MOF. 2025 രസാന്തര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിന്നു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി, പൂന്താനം നമ്പൂതിരി. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരിയുടെ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ. കേരളത്തിലെ ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചിറക്കൽ, കണ്ണൂർ. കേരളത്തിലെ ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ. തപ്പുകൊട്ടി മേളമുരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദഭാഷങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലയുടെ രൂപത്തെക്കുറിച്ചാണ് ഈ വിവരണങ്ങൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പടയണി. ഇതൊക്കെ റയർ ക്വസ്റ്റ്യനാണ്. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി
അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏതനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഈ വിവരണങ്ങൾ? പടയണിയെക്കുറിച്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്ത് എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം. ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ അല്ലേ? ശരിയായ ജോഡികൾ കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യര് നളചരിതം. അപ്പോൾ ഇവിടെ മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തെഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ്? കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യര് നളചരിതം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്